ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നതേ പച്ചക്കായ കൊണ്ടൊരു ഉപ്പേരി കേട്ടോ. വാഴക്കപ്പേരി എന്നറിയും. എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. നല്ലൊരു ഫുഡാണ്. നല്ല നാരുകളടങ്ങിയ ഫുഡാണ്. എല്ലാവർക്കും കഴിച്ചാലൊക്കെ നല്ലതാണ്. ഈ കൂട്ടാൻ മാത്രം കേട്ടോ ചോറ് കഴിച്ചാൽ ഇത് നല്ല ടേസ്റ്റാണ്. ഇതിലധികം ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ ചേർക്കണില്ല. പച്ചമുളക്, വറ്റൽമുളക്, ചെറിയുള്ളി ഒക്കെ ഉണ്ടാക്കണം കേട്ടോ. ഞങ്ങൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകൊണ്ടു. ആ കുഞ്ഞ് ബെല്ലൈക്കണൊന്ന് അമർത്തിയിട്ടേ ഓളെന്ന ഓപ്ഷനൊന്ന് അമർത്തിയിട്ട് നമ്മളൊന്ന് സപ്പോർട്ടാക്കൊണ്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുത്ത് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കൊണ്ടു. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയതാണ്. ലാസ്റ്റ് അത് തൂമിച്ചതാണ് കേട്ടോ, താളിക്കുന്നതാണ്. എളുപ്പത്തിലുണ്ടാക്കാം. 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ഇട്ടത്. ഇത് നല്ലൊരു ടേസ്റ്റാണ്. ഏത് രോഗികൾക്കും കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. എളുപ്പത്തിലുണ്ടാക്കാനും പറ്റും. ഞാനിപ്പോൾ വീട്ടിലുണ്ടായ ഞങ്ങൾ കായ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അതിനായിട്ട് ഞാനിപ്പോൾ 2 ചീർപ്പ് വാഴക്ക എത്ര ഇട്ടിരിക്കണത്. അതിൻ്റെ തോലൊക്കെ ചെത്തി നല്ലോണം വെള്ളത്തിൽ തന്നെ കേട്ടോ ചെത്തിയത്. അതിൻ്റെ കറയൊക്കെ പോകാൻ വേണ്ടിയിട്ട് 2 വട്ടം കഴുകി നമുക്കത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ അതൊക്കെ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ട് ഈ വാഴക്ക കൊണ്ട് കറിയും വെക്കും കേട്ടോ. ഈ പച്ചക്കായ കൊണ്ട് കറി, പരിപ്പും പച്ചക്കായും കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അങ്ങനെ പപ്പായും പിന്നെ പച്ചക്കായും കറിയൊക്കെ ഉപ്പേരി വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. പച്ചക്കായ കൊണ്ട് എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. ഞാനൊരു 3 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്ര മതി കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്കൊന്ന് കുറച്ച് ഉള്ളി അരിഞ്ഞൊന്ന് ലാസ്റ്റ് ഒന്ന് വെന്തിട്ട് ഒറ്റ വിസിൽ തന്നെ പോകും കേട്ടോ. ഞാൻ അപ്പോൾ ഇതിന് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അധികം വെള്ളമൊന്നും ഒഴിച്ചണ്ട, വെള്ളം അധികം ആകാരം. നല്ലൊരു 1.5 കപ്പ് വേണേന് അടി പിടിക്കണേന്. കുറച്ച് കൊഴുപ്പില്ല സാധനമാണല്ലോ, അതുകൊണ്ട് അങ്ങനെ അതും വെച്ച് കൊടുത്തിട്ട് നമ്മൾ പാകത്തിന് ഉപ്പും 3 പച്ചമുളകും ഇട്ട് കൊടുത്തിട്ട് ഒറ്റ വിസിലിട്ടോ. 1 വിസിൽ തന്നെ വെന്തിട്ടുണ്ടാവും. എളുപ്പം വേകുന്ന സാധനമാണല്ലോ. കുക്കറിലാകുമ്പോൾ നല്ലോണം വേവും ചെയ്യും. നമുക്ക് ചട്ടിയിലൊക്കെ വേണമെങ്കിൽ വെക്കുകയും ചെയ്യാം കേട്ടോ. അതിലേറെ എളുപ്പം കുക്കറിൽ വെക്കണം. നല്ലോണം വെന്ത് കിട്ടും, പെട്ടെന്നായി കിട്ടും ചെയ്യും. നമുക്ക് 5 മിനിറ്റ് കൊണ്ട് കൂട്ടുണ്ടാക്കാം കേട്ടോ. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ചെത്തേണ്ട ഒരു സമയം മാത്രം മതി. അങ്ങനെ നമ്മളെ കുക്കറൊക്കെ ഒന്ന് നല്ലോണം വെന്ത് വിസിൽ വരട്ടെ. അത് നമുക്ക് ബാക്കി നോക്കാം. അങ്ങനെ ഞാനൊരു 6 ചെറിയുള്ളി എടുത്തിട്ടൊന്ന് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ആ ചെറിയുള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ പച്ചക്കായൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. വാഴക്ക പച്ചക്കായ പറഞ്ഞാൽ ചെറിയ മൈസൂർ പഴം കേട്ടോ, മറ്റേ നേന്ത്രപ്പഴമല്ല. നേന്ത്രപ്പഴം കൊണ്ടും ഇങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. ഈ മൈസൂർ പഴം കൊണ്ട് ഉണ്ടാക്കിയ നല്ലൊരു ടേസ്റ്റാണ് അത്. നമ്മൾ കഞ്ഞിയുടെ കൂടെയൊക്കെ ഉപ്പേരിയൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയും ടേസ്റ്റാണ്. അങ്ങനെ ചെറിയ ഉള്ളിയൊക്കെ നല്ലോണം ഒന്ന് വഴന്ന് വരുമ്പോഴേ
നമുക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. വേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കാം കേട്ടോ. നിങ്ങളിങ്ങനെയൊക്കെ ഒന്ന് ഉപ്പേരി ഉണ്ടാക്കി നോക്കി. നല്ല നാരുകളടങ്ങിയ ഭക്ഷണമാണ്. ഏത് രോഗികൾക്കും കഴിച്ചാനും പറ്റും. നല്ല ഹെൽത്തിയായ നമ്മളെ വീട്ടിലുണ്ടായ പായ കേട്ടോ. അത് വായക്കേട്ടോ. വീട്ടിലുണ്ടാകുമ്പോൾ നമ്മൾ രാസവളം ഒന്നും ഇട്ട് കൊടുക്കില്ലല്ലോ. സദാ ജൈവവളമൊക്കെ ഇട്ട് കൊടുക്കട്ടോ. അല്ല, ഉള്ളിയൊക്കെ ഒന്ന് ചുവന്ന് വന്നിട്ട് ഫ്ലെയിമൊക്കെ ചെറുതാക്കി ഉള്ളി ചുവന്ന് വരണം കേട്ടോ. ഉള്ളി ചുവന്ന് വരുമ്പോൾ നമുക്ക് വേപ്പിൻ്റെ ഇല വറ്റൽമുളക് കൂടി ഇട്ടിട്ട് ഒന്ന് തൂമിച്ചെടുക്കാം. വാഴക്ക പഴുത്താലും നല്ലതാട്ടോ. അത് വെറുതെ കഴിക്കാനും മൈസൂർ പഴം പഴുത്താൽ നല്ലതാണല്ലോ. നമ്മൾ ആദ്യം ഒരു വലിയൊരു കൊല വെട്ടിയിട്ട് അത് കുറച്ച് ഉപ്പേരി വെക്കും. അപ്പോൾ അതിന് പഴുത്തിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ പഴുത്തത് തിന്നും. ഇപ്പോൾ 2 ദിവസം 3 ദിവസം കൊണ്ട് പോയിട്ടുണ്ടാവും. 2 വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കാം. ആ വറ്റൽമുളക് നല്ലോണം ചുവന്ന് വരുമ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് താളിച്ചെടുക്കാം. പിന്നെ ഉള്ളിയൊക്കെ നല്ലോണം ചുവന്ന് വരട്ടെ. കരിയിടാൻ നോക്കണ്ട, കരിയാൻ പറ്റില്ല. നല്ലോണം ചോക്കണം. അപ്പോൾ ഇത് നല്ല മണം കിട്ടും. അങ്ങനെ ഉള്ളിയൊക്കെ നല്ലോണം ചുവന്ന് വന്നിട്ട് നമുക്ക് 2 കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് താളിച്ചെടുക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. 5 മിനിറ്റ് കൊണ്ട് ആ വാഴയ്ക്കൊന്ന് വെന്ത് കിട്ടേണ്ട സമയം മാത്രം മതി. അതിൻ്റെ തൊലി ചെത്തി വെച്ചാൽ പെട്ടെന്ന് കഴിക്കിട്ടും കേട്ടോ. നല്ലൊരു ടേസ്റ്റാണത്. ഏത് രോഗികൾക്കും കഴിക്കാൻ പറ്റും. അങ്ങനെ വേപ്പിൻ്റെ ഇട്ടിട്ട് കറിവേപ്പില ഇട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് വെന്ത പഴം വാഴക്ക അയച്ചിട്ട് കൊടുക്കട്ടെ. പച്ചക്കായ അങ്ങനെ ഇതൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് അയച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നല്ലോണം മൂത്ത വാഴക്കട്ടെ. നാളത്തെ ഭക്ഷണമൊക്കെ പോക്കും. ഇന്നലെ പേരൊക്കാൻ പറ്റുമോ? നാളത്തെ തന്നെ മഞ്ഞക്ക തുടങ്ങും. മഞ്ഞച്ചാൽ പിന്നെ രസം ഉണ്ടാവില്ല. ആ പച്ചക്കായ ആ കൊല വെട്ടിയ നേരത്തെ ഞാൻ ചെയ്ത് വെക്കട്ടെ. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അങ്ങനെ വീഡിയോ ഇഷ്ടമായാൽ നമ്മൾ ലൈക്ക് ചെയ്ത് എല്ലാ കൂട്ടുകാരും സപ്പോർട്ടാക്കണം. അങ്ങനെ നമ്മളെ വാഴക്ക ഏറ്റവും ടേസ്റ്റിയായ വാഴക്കപ്പേരൊക്കെ റെഡിയാക്കുന്നുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അങ്ങനെ വീഡിയോ ഇഷ്ടമായാൽ നമ്മളെ സപ്പോർട്ടാക്കുന്നുണ്ട്. എല്ലാ കൂട്ടുകാർക്കും നമ്മളെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയുമായി വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.